നമസ്തേ. ശാന്തത എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശക്തി. ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് വലിയ അച്ചീവ്മെന്റ്സുകൾ, നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലാണെങ്കിലും ഓരോ കാര്യങ്ങളും, ഒരു പുഷ്പം വിരിയുന്നതും ഒരു മരം വളർന്ന് അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതും ഒക്കെ വളരെ ശാന്തമായിട്ടുള്ള രീതിയിലാണ്. അതേസമയത്ത് വളരെ ഫാസ്റ്റ് പേസിൽ ഇമ്പൾസീവായിട്ട് പോകുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്. ഹൈലി ഇമ്പൾസീവായിട്ട്, വളരെ ഡിസ്ട്രക്റ്റീവായിട്ട്, അഗ്രസീവായിട്ട് പോകുന്ന വ്യക്തികളുമുണ്ട്. വളരെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുമുണ്ട്. നമുക്ക് ആരിൽ നിന്നാണ് നമ്മുടെ വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മൾ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ശാന്തത കൈവശപ്പെടുത്തിയ ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശാന്തരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ലഘൂകരിക്കുകയാണ് കാര്യങ്ങളെ. ഒരു വർക്ക് പ്ലേസിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതൊരു സമസ്യയിലാണെങ്കിലും മുന്നിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളെ വലിയൊരു സംഭവമായിട്ട് കണ്ടുകൊണ്ട് സംഭവ ബഹുലവും ബഹളമയവുമാക്കുന്ന ആളുകളുണ്ട്. ഇവരിൽ നിന്ന് വിപരീതമായിട്ട് ശാന്തതയുള്ള ആളുകൾ വലിയൊരു കാര്യം, വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിലും അവരതിനെ വളരെ തന്മയത്വത്തോടുകൂടി, ശാന്തതയോടുകൂടി, അതിനെ വലിയൊരു സംഭവമായി കാണുന്നതിന് പകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുകയും വിജയിക്കുകയും ചെയ്യുകയാണ്. ബിൽഗേറ്റ്സ് പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് കൂടുതൽ മടിയുള്ള ആളുകളെയാണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സിനെയാണ്. കാരണം മടിയന്മാരെപ്പോഴും കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ടൊരു വഴി കണ്ടുപിടിക്കും എന്ന് പറയുന്നത് പോലെ. അത്തരത്തിൽ മടി എന്നുള്ള അവസ്ഥയിൽ നിന്ന് നമുക്കതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ, ശാന്തത എന്ന് പറയുന്ന അവസ്ഥയിൽ എന്ത് കാര്യവും ശാന്തമായിട്ട് ആലോചനയോടുകൂടി ഇമ്പൾസീവ് അല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറിക്ക് കൊള്ളുന്ന രീതിയിലേക്ക് അത് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ലക്ഷ്യം വെക്കുന്ന സമയത്ത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ വ്യഗ്രതയോടെ ആണെങ്കിൽ നമുക്കത് സാധിക്കില്ല. എന്നാൽ ശാന്തതയോടെ ആണെങ്കിൽ നമുക്കതിലേക്ക് ഫോക്കസ് ചെയ്യാനും നമുക്ക് ആ ലക്ഷ്യത്തിനെ അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ശാന്തതയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിംപ്ലിസിറ്റി കിട്ടുന്നത്, ഈ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നല്ല. തീർച്ചയായിട്ടും ഇമ്പൾസീവായിട്ട്, അഗ്രസീവായിട്ട്, മത്സര ബുദ്ധിയോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഓഫ് ദ ടൈം അവര് എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട്, പുറത്തു നിന്നുള്ള ലോകത്തിന്റെ ഡയറക്ഷൻസിനെയാണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ശാന്തരായിട്ടുള്ള വ്യക്തികൾക്ക് എവിടുന്നാണ് അവരുടെ ശക്തി കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ അന്തർജ്ഞാനത്തിന്റെ ബലത്തിൽ തന്നെയാണ്. അവരുടെ ഇൻറ്റ്യൂഷനാണ് അവരെ ശക്തിപ്പെടുത്തുന്നതും അവരിൽ നിങ്ങൾ കാണുന്നതായിട്ടുള്ള ശാന്തതയും കോൺഫിഡൻസും അവർക്ക് ലഭിച്ചിരിക്കുന്നത് അവരുടെ അന്തർജ്ഞാനത്തിൽ നിന്നാണ്. ബിക്കോസ് ദേ നോ ഹൗ ടു ടാപ്പ് ഇൻ ടു ദ വോയിസ് ഓഫ് ദെയർ സോൾ. ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഇൻറ്റ്യൂഷനിലേക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ശാന്തതയുള്ള വ്യക്തികൾക്ക് അറിയാം എന്നത് തന്നെ. ശാന്തതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ശാന്തത ഒരു വജ്രായുധം പോലെയാണ്. അതിനെ ആർക്കും തകർക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു കൊടുങ്കാറ്റ് വീശിയാൽ പോലും ശാന്തമായിട്ട് നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പേരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ജീവനിലേക്കും രക്ഷയിലേക്കും കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. ബിക്കോസ് ആലോചനയോടുകൂടി അവരുടെ ഇന്റലിജൻസിന്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് അപ്പുറത്തേക്ക് അവരുടെ ബുദ്ധിക്കും യുക്തിക്കും വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം അവർ തന്നെ നൽകുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളും അവരുടെ പ്രവർത്തികളും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ടും ഒക്കെ ഇവർക്ക് നല്ല രീതിയിൽ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ജീവിതത്തിന്റെ ഓരോ സമസ്യകളിലും ഓരോ മേഖലകളിലും അവർക്ക് വളരെ ശാന്തതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ പറഞ്ഞു കഴിയുന്ന സമയത്ത് their whole life is calm. അവരുടെ മൊത്തത്തിലുള്ള ജീവിതവും ശാന്തമായിട്ടുള്ള ജീവിതമായിരിക്കും. ഗാന്ധിജി പറഞ്ഞതുപോലെ, യു ക്യാൻ ഷെയ്ക്ക് ദ വേൾഡ് ഇൻ എ ജെന്റിൽ വേ. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെ. ശാന്തതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷവും സമാധാനവും പുറത്തല്ല അന്വേഷിക്കുന്നത്. അവരേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഉള്ളിലെ ഇന്നർ പീസിന് തന്നെയായിരിക്കും. ആ ഇന്നർ പീസിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാലിഡേഷൻസോ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനെയും അവരുടെ സമാധാനത്തിനെയും സ്വാധീനിക്കാനോ നശിപ്പിക്കാനോ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതും കൂടി നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാം. ശാന്തരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള ഓരോ നേട്ടങ്ങളും അവരെ സംബന്ധിച്ചൊരു ബോണസ് മാത്രമാണ്. ബിക്കോസ് ഉള്ളിൽ അവനവന് ആന്തരികമായിട്ട് എന്ത് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ആത്മീയമായിട്ടുള്ള വളർച്ച എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്
അവർ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ശാന്തതയുള്ള ആളുകൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. കാരണം ജീവിതത്തിന്റെ വഴികളിലുടനീളം ശാന്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത് എന്നുള്ളത് അവർക്കറിയാം. അതുപോലെ തന്നെ ഇവർ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുമായിരിക്കും. പുറത്ത് മറ്റൊരു ഇമേജ് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഇവരുടെ എനർജി ബൈപ്പാസ് ചെയ്ത് കളയുകയല്ല, മറിച്ച് ജെന്യുവിൻ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഒരു ജീവിതം, ഒരു പേഴ്സണാലിറ്റി, ഒരു എനർജി, ലൈക്ക് ആൻ ഓപ്പൺ ബുക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വ്യക്തിത്വത്തിന് വേറൊരു നെഗോഷിയേഷൻ ഇല്ല എന്നുള്ളതാണ്. മറ്റ് യാതൊരു വിധത്തിലുള്ള വിലപേശലുകൾക്കും ഇവരുടെ മൂല്യങ്ങളെ തകർക്കുവാനായിട്ട് സാധിക്കില്ല. ധൈര്യം അവരുടെ ഉള്ളിലാണുള്ളത്. തീർച്ചയായിട്ടും ഭയന്ന് കഴിയുമ്പോൾ മൃഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവ അഗ്രസീവ് ആകുന്നു, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആക്ടിവേറ്റ് ആകുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യനിലും കൂടുതൽ അഗ്രഷൻ കാണിക്കുകയും അല്ലെങ്കിൽ എപ്പോഴും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ വരുന്നതിന്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഭയമാണെന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്റെ സർവൈവലിനെ മറ്റുള്ള ത്രെട്ടുകൾ ബാധിക്കുമോ എന്നുള്ള ഭയം. പക്ഷെ ശാന്തതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ നല്ലതായിട്ടുള്ള റിസൾട്ടും ഈ ശാന്തത നല്ലൊരു റിസൾട്ട് അവർക്ക് നൽകുന്നത് കൊണ്ട് തന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമേജ് അവർക്ക് മുന്നിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വ്യഗ്രതയോടുകൂടി പെരുമാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേക്ക് ആയിട്ടുള്ള പേഴ്സണെ പുറത്ത് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അവർക്ക് കൂടുതൽ എനർജി കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ജെന്യുവിൻ ആയിട്ടുള്ള അവരുടെ എനർജി അങ്ങനെ നഷ്ടപ്പെടുകയാണ്. ശാന്തതയിലൂടെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള കപട വ്യക്തിത്വങ്ങളെ അവർക്ക് തിരിച്ചറിയുവാനും സാധിക്കും. സോ ഇതൊക്കെയാണ് ശാന്തരായിട്ടുള്ള വ്യക്തികളുടെ ചില ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ശാന്തതയെ പുലുകുന്നത് വഴി വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ, മാന്യമായിട്ടുള്ള രീതിയിൽ ലോകത്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.